നമസ്കാരം. സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ദേശീയപാതയുടെ വികസനത്തിന് ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തിയതിന്റെ ഉൽപ്പന്നമാണ് NH6 എന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ 3 പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വിനോദസഞ്ചാര വകുപ്പ് ഗുരുവായൂരിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വ്രതവിശുദ്ധിയുടെ നാളുകൾക്ക് തുടക്കം. പാപമോചനത്തിലൂടെയും ആത്മസംസ്കരണത്തിലൂടെയും ജീവിത വിശുദ്ധി നേടിയെടുക്കുന്ന റമദാൻ വ്രതത്തിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ പ്രവേശിച്ചു. മസ്ജിദുകളിൽ തറാവീഹ് നമസ്കാരം ആരംഭിച്ചു. വിവിധ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്നുകൾക്കും റിലീഫ് പ്രവർത്തനങ്ങൾക്കും തുടക്കം. LKG UKG കുട്ടികൾ പഠിക്കുന്ന പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട്സ് സ്കൂളിൽ മോഷണം. വ്യാഴാഴ്ച പുലർച്ചെ 1:30-ഓടെയാണ് സംഭവം. 2000 രൂപ നഷ്ടപ്പെട്ടു. കുട്ടികൾ പഠിക്കട്ടെ എന്ന കുറിപ്പും വെച്ചാണ് മോഷ്ടാവ് മടങ്ങിയത്. വാർത്തകൾ വിശദമായി. ദേശീയപാതയുടെ വികസനത്തിന് ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തിയതിന്റെ ഉൽപ്പന്നമാണ് NH66 എന്ന മന്ത്രി PM മുഹമ്മദ് റിയാസ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ 3 പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാതയുടെ വികസനത്തിന് ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തിയതിന്റെ ഉൽപ്പന്നമാണ് NH66. കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ധനസഹായം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ പദ്ധതി ഉപേക്ഷിക്കാതെ 5600 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ NHന്റെ വികസനത്തിനായി കണ്ടെത്തിയത് എന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിന്റെ ഭാഗമായി വലിയ വികസനങ്ങൾ ഈ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ആകെയുള്ള 30,000 കിലോമീറ്റർ റോഡുകളിൽ 50% BM&BC നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ 18,000 കിലോമീറ്റർ റോഡുകൾ BM&BC നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ പുനർനിർമ്മിക്കേണ്ടത് അനിവാര്യമായി ആ പ്രളയത്തിന്റെ അനുഭവത്തിന്റെ കൂടി ഭാഗമായി സർക്കാർ കാണുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പാറമേക്കാവ് മുതൽ കല്ലുംപുറം വരെ 33.24 കിലോമീറ്റർ റോഡ് പുനർനിർമ്മിക്കുന്നതിന് 316 കോടി 82 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. എന്നാൽ ആദ്യഘട്ടത്തിൽ പ്രവൃത്തി വിചാരിച്ചത്ര പുരോഗതി ഉണ്ടായില്ല. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കർശന നിലപാട് സ്വീകരിച്ചു. കരാറുകാരനെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്തു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ലോകബാങ്കിന്റെ അംഗീകാരം വീണ്ടും ലഭ്യമാക്കി റീടെൻഡർ നടത്തി. അങ്ങനെയാണ് ഈ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഒരു സർക്കാരിന് ഇത്തരത്തിൽ കർക്കശ സമീപനം സ്വീകരിക്കാൻ സാധിക്കുക മടിയിൽ കനമില്ലാത്ത ഘട്ടത്തിലാണ്. അങ്ങനെ മടിയിൽ കനമില്ലാത്ത സർക്കാരാണ് LDF സർക്കാർ. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. MLAമാരായ മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, നഗരസഭാ കൗൺസിലർ NA ഷനോഫ്, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് അംഗം സദാനന്ദൻ മാസ്റ്റർ, KSTP ചീഫ് എഞ്ചിനീയർ ഐസക് വർഗീസ്, പൊതുമരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ E സ്വപ്ന, LA സ്പെഷ്യൽ തഹസിൽദാർ TG ബിന്ദു, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ റിന, കുന്നംകുളം പ്രസ് ക്ലബ് അംഗം ജിജോ തരകൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K കൊച്ചനിയൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, EA ദിനമണി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 3 പദ്ധതികളായ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ പൂർത്തീകരണ ഉദ്ഘാടനം, കുന്നംകുളം നഗരസഭയെയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം, കലശമല ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഭൂമി ഏറ്റെടുത്തതിന്റെ രേഖ കൈമാറൽ എന്നിവയുടെ ഉദ്ഘാടനമാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. LKG UKG കുട്ടികൾ പഠിക്കുന്ന പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട്സ് സ്കൂളിൽ മോഷണം. വ്യാഴാഴ്ച പുലർച്ചെ 1:30-ഓടെയാണ് സംഭവം. സ്കൂളിന്റെ മുൻവശത്തെ പ്രധാന ഗ്രില്ലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് സ്കൂളിനകത്തേക്ക് പ്രവേശിച്ചത്. തുടർന്ന് ഓഫീസർ, സ്റ്റാഫ് റൂം, പ്രിൻസിപ്പലിന്റെ റൂം എന്നിവിടങ്ങളിലെ വാതിൽ കുത്തി തുറക്കുകയും മേശകളിലെ വലിപ്പുകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും ചെയ്ത നിലയിലാണ്. മേശയുടെ മുകളിൽ കുട്ടികൾ പഠിക്കട്ടെ എന്നെഴുതിയ കുറിപ്പ് കണ്ടെത്തി. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപയും നഷ്ടപ്പെട്ടു. മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം SI TP ജാബിറിന്റെ നേതൃത്വത്തിൽ
പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. പിന്നീട് ഫോറൻസിക് അധികൃതരും സ്കൂളിലെത്തി പരിശോധന നടത്തി. ഇനി വ്രതവിശുദ്ധിയുടെ നാളുകൾ. പാപമോചനത്തിലൂടെയും ആത്മസംസ്കരണത്തിലൂടെയും ജീവിത വിശുദ്ധി നേടിയെടുക്കുന്ന റമദാൻ വ്രതത്തിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ പ്രവേശിച്ചു. ഉമിനീരിറക്കാത്ത പകലുകളുടെ കാഠിന്യം, പ്രാർത്ഥനയിലൊരുകുന്ന മനസ്സുകളുടെ നിവേദനം, അതാണ് റമദാൻ. 11 മാസത്തെ ജീവിതക്രമത്തിൽ നിന്നും മാറി ഇസ്ലാം മതവിശ്വാസികൾ ആത്മീയതയിൽ മുഴുകുന്ന പുണ്യമാസം. സമർപ്പിത ജീവിതത്തിന്റെ 30 ദിനങ്ങൾ. പാപങ്ങളുടെ തലച്ചുവട് തപം ചെയ്ത് ഉരുക്കിക്കളയും ഈ ദിനങ്ങളിൽ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വെടിയുന്നതോടെ അന്യന്റെ വിശപ്പ് സ്വന്തമാക്കുന്ന കർമ്മപരിഹാരമാണ് നോമ്പ്. റമദാൻ കേവലം വിശ്വാസികളുടെ മാത്രം ഒരു മാസമല്ല. അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇഫ്താർ മീറ്റുകൾ, നോമ്പ് തുറകൾ കൊണ്ട് സ്നേഹങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, അന്യൻ്റെ വിശപ്പിനോട് ഐക്യദാർഢ്യം സ്വന്തമായി വിശപ്പ് ഏറ്റെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഏറ്റവും മനോഹരമായ വലിയ സന്ദേശമാണ് മറ്റ് സമൂഹത്തിനും രാജ്യത്തിനും മനുഷ്യർക്ക് മൊത്തവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വലിയ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ഓരോ സത്യവിശ്വാസിയും ബാധ്യസ്ഥനാണ് എന്നുകൂടെ ഉണർത്തുകയാണ്. ഇസ്ലാമിന്റെ 5 നിർബന്ധമാക്കപ്പെട്ട അടിസ്ഥാന ശിലകളിൽ 4-ാമത്തേതായ റമദാനിലെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് ഖുർആനിലെ 2-ാം അധ്യായം 183-ാം വചനത്തിൽ പറയുന്നു: സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. പ്രഭാതം മുഴുവൻ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വികാരവിചാരങ്ങൾ ഉപേക്ഷിച്ചും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് വ്രതശുദ്ധിയിലൂടെ നല്ലൊരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയാണ് ഇസ്ലാം നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപങ്ങൾ പശ്ചാത്താപം ചെയ്ത് നന്മയിലേക്ക് മടങ്ങാനുള്ള കാലമാണ് റമദാൻ. ഇർഹമു മൻ ഫിൽ അർള് വയർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചെങ്കിൽ മാത്രമേ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ പ്രവാചകരാണ്. ആ വാക്കുകളെയൊക്കെ അന്വർത്ഥമാക്കുന്ന ജീവിതമാവട്ടെ ഈ റമദാൻ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം കൂടിയായതിനാൽ വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കും. ദാനധർമ്മത്തിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസം കൂടിയാണ് റമദാൻ. സക്കാത്ത് വിതരണം കാര്യക്ഷമമായി നടത്തുന്നതിനാൽ പ്രയാസമനുഭവിക്കുന്നവർക്ക് റമദാൻ ആശ്വാസത്തിന്റെ മാസം കൂടിയാണ്. ദാനിയുടെ ഔദാര്യമല്ല, സ്വീകരിക്കുന്നവന്റെ അവകാശമാണ് സക്കാത്ത്. റമദാനിൽ മസ്ജിദുകളിൽ പ്രത്യേക നമസ്കാരമായ തറാവീഹ് നമസ്കാരം ആരംഭിച്ചു. കൂടാതെ വിവിധ സന്നദ്ധ സംഘടനകൾ ഇഫ്താർ വിരുന്നൊരുക്കും. റിലീഫ് പ്രവർത്തനങ്ങളും റമദാനിൽ സജീവമാകും. പെരുമ്പിലാവ് ആൽത്തറ ആലുംതൈ ആനക്കല്ല് റോഡിന് സമീപത്ത് നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം സ്ഥലത്തെത്തി 30 സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുനിൽകുമാർ, ഉദ്യോഗസ്ഥരായ PB സുനിൽദാസ്, NK സതീഷ്, ഷിബിൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ കഴിഞ്ഞ വർഷം റെക്കോർഡ് വർധനവാണ് ഉണ്ടായതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. വിനോദസഞ്ചാര വകുപ്പ് ഗുരുവായൂരിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അതിഥി മന്ദിരം നാടിന് സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ൽ 2.59 കോടിയോളം തീർത്ഥാടകർ കേരളത്തിലെത്തി. ടൂറിസം രംഗത്ത് പിന്നിലായിരുന്ന മലബാർ മേഖലയിലും ഈ വർധനവ് പ്രതിഫലിച്ചു. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കാടുപിടിച്ചു കിടന്ന പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസുകളെല്ലാം നവീകരിച്ചു. ഗസ്റ്റ് ഹൌസ് ബുക്കിംഗിന്റെ നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. ഈ ഇനത്തിൽ സർക്കാരിന് 30 കോടിയുടെ വരുമാനം ലഭിച്ചു. ഗുരുവായൂർ ഗസ്റ്റ് ഹൌസിൽ സാധാരണക്കാരന് മുറി ലഭിക്കുന്ന സംവിധാനം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഉണ്ടായതിനു ശേഷം ഏറ്റവും അധികം എണ്ണം സഞ്ചാരികൾ കേരളത്തിന്റെ പുറത്തുനിന്ന് വരുന്ന വർഷം 2025 2024 28,95,002 സഞ്ചാരികളാണ് അധികമായി വന്നത്. ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിൽ വലിയ കുതിപ്പാണുണ്ടായത്.
വിദേശ സഞ്ചാരികൾ കോവിഡിന് മുമ്പുള്ളതിനേക്കാൾ വലിയ നിലയിലേക്ക് വർദ്ധിച്ചു വന്നു. ഒരു വർഷം കൊണ്ട് 11.5% വിദേശ സഞ്ചാരികൾ കേരളത്തിൽ വർദ്ധിച്ചു. ഇതിൽ ഓരോ ജില്ലയുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അതിൽ മലബാറിലെ 3 ജില്ലകൾ ആദ്യ 6 സഞ്ചാരികൾ ഏറ്റവും അധികം വന്ന പട്ടികയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. പൊന്നാനി ആൽത്തറ മമ്മിയൂർ റോഡിന് 10 കോടി അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, KV അബ്ദുൽ ഖാദർ, TT ശിവദാസൻ, കൗൺസിലർമാരായ V അനൂപ്, ആതിര രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. 50 സെന്റ് സ്ഥലത്ത് 31.95 കോടി രൂപ ചെലവഴിച്ച് 56 മുറികളോടുകൂടിയാണ് അതിഥി മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. സാന്ത്വന പരിചരണ രംഗത്ത് വേറിട്ട മാതൃകയുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് 2 ലക്ഷം രൂപ വിലമതിക്കുന്ന വിവിധ ചികിത്സാ ഉപകരണങ്ങൾ സൊസൈറ്റി കൈമാറി. ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ നിർവഹിച്ചു. ചടങ്ങിൽ KM ഗഫൂർ അധ്യക്ഷത വഹിച്ചു. കിടപ്പിലായ രോഗികൾക്കും നിത്യേന പരിചരണം ആവശ്യമുള്ളവർക്കും ഏറെ ആശ്വാസകരമാകുന്ന ഉപകരണങ്ങളാണ് യൂണിറ്റിന് കൈമാറിയത്. ചടങ്ങിൽ ഡോക്ടർ KV ദേവദാസ്, ഡോക്ടർ CP രാവുണ്ണിക്കുട്ടി എന്നിവർ മുഖ്യാതിഥികളായി. ഷമീർ ഇഞ്ചിക്കാലയിൽ, പെൻകോ ബക്കർ, സക്കറിയ ചീരൻ, PM ബെന്നി, G സുരേഷ് ബാബു, ശാമുവേൽ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സന്നദ്ധ പ്രവർത്തകരും പാലിയേറ്റീവ് ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു. നവകേരള മിഷന്റെ ഭാഗമായി കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജിലെ വിദ്യാർത്ഥിനികൾക്കായി മെൻസ്ട്രുവൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോളേജ് NSS യൂണിറ്റ്, ഹരിത കേരള മിഷൻ, കുന്നംകുളം നഗരസഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ സെൽ കോർഡിനേറ്റർ ഡോക്ടർ TK കമലമോൾ അധ്യക്ഷത വഹിച്ചു. മെൻസ്ട്രുവൽ കപ്പിന്റെ ഉപയോഗരീതികൾ, ഗുണങ്ങൾ, പരിസ്ഥിതി പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ഹരിതകർമ്മ മിഷൻ മുനിസിപ്പാലിറ്റി കോർഡിനേറ്റർ ഭവ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ GS സന്ധ്യ നായർ, വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി സുഹൃത സുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോളേജിന് അനുവദിച്ച 300ഓളം മെൻസ്ട്രുവൽ കപ്പുകളുടെ വിതരണോദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്നേഹോപഹാരം സമ്മാനിച്ച് ജോൺസൺ മാസ്റ്റർ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന ചിത്രകലാ അധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടാണ് വിദ്യാലയത്തിലെ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സ്നേഹ സമ്മാനം നൽകിയത്. ക്ലാസ് റൂമിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥി നിൽക്കുന്ന ചിത്രം പതിച്ച മൊമന്റോയാണ് ഉപഹാരമായി മാസ്റ്റർ സ്വയം ഡിസൈൻ ചെയ്ത 387 കുട്ടികൾക്കായി വിതരണം ചെയ്തത്. പഠനകാലത്തെ ഫോട്ടോയും ക്ലാസ് റൂമിന്റെ ചുമരുകളും പഠനം കഴിഞ്ഞാലും എന്നും കാണാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുന്ന വിധമാണ് ചിത്രകലാ അധ്യാപകനായ ജോൺസൺ മാസ്റ്റർ ഉപഹാരം തയ്യാറാക്കി വിതരണം നിർവഹിച്ചത്. ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം AC മൊയ്തീൻ MLA സ്ഥലം സന്ദർശിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KR ഗിരീഷ്, സുഗിജ സുമേഷ്, വാർഡ് മെമ്പർ ആമിന സുലൈമാൻ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. വേലൂർ വെള്ളാട്ടഞ്ഞൂർ ഹരിജൻ ഉന്നതി ചെറുകുന്നിൽ ടവറിന് കുഴിയെടുക്കുന്നത് പ്രദേശവാസികൾ തടഞ്ഞു. കുഴിയെടുക്കുന്നത് പ്രദേശത്തെ കുടിവെള്ള വിതരണ ടാങ്കുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. വേലൂർ പഞ്ചായത്തിലെ 4 വാർഡുകളിലേക്കുള്ള കുടിവെള്ള ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ടവറിനായി കുഴിയെടുക്കുന്നത്. ടാങ്കിനോട് ചേർന്ന് 2.5 മീറ്റർ താഴ്ചയിൽ T ആകൃതിയിലാണ് കുഴിയെടുക്കുന്നത്. ബലക്ഷയമുള്ള മണ്ണായതിനാൽ ടാങ്ക് മണ്ണിടിഞ്ഞ് നിലംപതിക്കുമോ എന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ. കാലപ്പഴക്കമുള്ള ഹരിജൻ ഉന്നതി ടാങ്ക് 2004-ലാണ് ബലപ്പെടുത്തിയത്. അടിഭാഗം കരിങ്കൽ കെട്ടി ഉയർത്തിയ ടാങ്ക് കുഴിയെടുക്കുന്നതിനാൽ തകർച്ചാ ഭീഷണി നേരിടുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് കുന്നംകുളം MLA AC മൊയ്തീന്റെ 2022-23 വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടാങ്കും സ്ഥിതി ചെയ്യുന്നത്. ഈ ടാങ്കും കുഴിയെടുത്തതിനാൽ വലിയ സുരക്ഷാ ഭീഷണിയാണ് നേരിടുന്നത്. പഞ്ചായത്ത് അംഗം ശ്രീമതി ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ കുന്നിന്റെ പല ഭാഗവും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശം കൂടിയാണ്. കുന്നിനു താഴെ നിരവധി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. ടാങ്ക് തകരുകയാണെങ്കിൽ താഴ്ഭാഗത്തുള്ള പ്രദേശവാസികളുടെ സ്വത്തിനും ജീവനും നാശം സംഭവിക്കും. പരാതിയെ തുടർന്ന്
ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ടാങ്കിന്റെ നിലവിലെ അവസ്ഥ പരിശോധിച്ചു. എരുമപ്പെട്ടി പോലീസെത്തി വിവിധ വകുപ്പുകൾക്ക് നൽകിയ പരാതികൾക്ക് പരിഹാരമാകുന്നതുവരെ പണി നിർത്തിവെക്കുവാൻ നിർദ്ദേശിച്ചു. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDS 1 ആഭിമുഖ്യത്തിൽ നയിചേതന ഉയരെ 4.0 ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി ഹാപ്പി കേരളം CDS തല സംഗമവും ക്ഷീര കർഷകർക്കായുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി അധ്യക്ഷത വഹിച്ചു. കുടുംബങ്ങളിലെ സന്തോഷം, ലിംഗനീതി, പരസ്പര കൂട്ടായ്മയുടെയും ചേർത്ത് നിർത്തലിന്റെയും പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ കമ്മ്യൂണിറ്റി കൗൺസിലർ VG ജോസ്, FNHWRP അനിത എന്നിവർ ക്ലാസുകൾ നയിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന ക്ഷീര കർഷകർക്കുള്ള പ്രത്യേക ബോധവൽക്കരണ ക്ലാസ്സിൽ ആർത്തറ്റ് വെറ്റിനറി ഡോക്ടർ പ്രീത വിഷയങ്ങൾ അവതരിപ്പിച്ചു. CDS ചെയർപേഴ്സൺ ശശികല സ്വാഗതവും കൺവീനർ ഷൈമോൾ നന്ദിയും പറഞ്ഞു. അയൽക്കൂട്ട അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, CDS ഭരണസമിതി അംഗങ്ങൾ, ക്ഷീര കർഷകർ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു. ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ച ലയൺസ് ക്ലബ്ബുകളെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കുക എന്നതാണ് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ കീഴിൽ പ്രൊജക്ടുകൾ പൂർത്തീകരിച്ച തത്തമംഗലം, കൊല്ലങ്കോട്, ചേലക്കര, ഗുരുവായൂർ പ്ലേയേഴ്സ് എന്നീ ക്ലബ്ബുകളെയാണ് ആദരിക്കുക. പ്രൊജക്ട് പൂർത്തീകരിച്ച വാടനപ്പള്ളി, വെങ്കിടങ്ങ് സെൻട്രൽ, കാഞ്ഞാണി സെൻട്രൽ എന്നീ ക്ലബ്ബുകളെ കഴിഞ്ഞ മാസം ആദരിച്ചിരുന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ, മുൻ ഗവർണർ ജോസഫ് ജോൺ, പ്രൊജക്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പുറത്തൂർ, സുപ്രീം കോർഡിനേറ്റർ പീതാംബരൻ രാംബരത്ത്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ സുരേഷ് കരുൺ, കുന്നംകുളം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുജിന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം അടുപ്പുട്ടി സെന്റ് മേരി മാഗ്ദലൻ കോൺവെന്റ് UP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം, ഗാലെ ഫിനാലെ സെറിമണിയും വാർഷികാഘോഷവും വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10 ആരംഭിക്കുന്ന ചടങ്ങുകളുടെ ഉദ്ഘാടനം ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിക്കും. കുന്നംകുളം ഭദ്രാസന അധ്യക്ഷൻ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത, ഗീവർഗീസ് മാർ ഫിലക്സിനോസ് മെത്രാപ്പോലിത്ത, ഭാരത സർക്കാർ സീനിയർ ഡെപ്യൂട്ടി അക്കൗണ്ട്സ് ജനറൽ പ്രിൻസൺ വർഗീസ് IAS, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, തൃശൂർ DDE PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. തൃശൂർ പല്ലവി ക്രിയേഷൻസിന്റെ സംഗീത പരിപാടിയും മറ്റ് കലാപരിപാടികളും അരങ്ങേറും. ചടങ്ങ് CCTV പ്രാദേശിക ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. പഴഞ്ഞിമാർ ബസേലിയോസ് സ്കൂളിന്റെ 132ാം വാർഷികവും അധ്യാപക രക്ഷാ ദിനവും ഒറീലിയ 2K26 എന്ന പേരിൽ ആഘോഷിച്ചു. സ്കൂൾ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയുള്ള വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയോടെ ഒറീലിയ 2K26 വാർഷികാഘോഷത്തിന്റെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് 500-ൽ പരം വിദ്യാർത്ഥികൾ ഒന്നിച്ചണിചേർന്നുള്ള നൃത്താവിഷ്കാരം പള്ളി അങ്കണത്തിൽ നടന്നു. വാർഷികാഘോഷം സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക്കിന്റെ അധ്യക്ഷതയിൽ കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂളിന് അഭിമാന നേട്ടം സമ്മാനിച്ച LSS സ്കോളർഷിപ്പ് വിജയികളായ 7 വിദ്യാർത്ഥികളെയും LP വിഭാഗത്തിൽ ഓവറോൾ 3ാം സ്ഥാനം നേടിയ വിദ്യാലയത്തിലെ കലാപ്രതിഭകളെയും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളായ അക്സ PM, സാഫല്യ SS എന്നിവരെയും ആദരിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സഹവികാരി ഫാദർ ആന്റണി പൗലോസ് സമ്മാനദാനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സന്ധ്യ സജിത്ത്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാക്ക്, വാർഡ് മെമ്പർ ജിൻസി സജു, പഞ്ചായത്ത് അംഗങ്ങളായ അഖിൽ പരമേശ്വരൻ, അഞ്ജു സുധീഷ്, സ്വപ്ന പ്രിൻസ്, പള്ളി ട്രസ്റ്റി സാംസൺ S പുലിക്കോട്ടിൽ, ഹെഡ് മാസ്റ്റർ ജിബ്ലസ് ജോർജ്, CO ചെറിയാൻ മാസ്റ്റർ, ഡേവിസ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ജീമോൻ ജെയിംസ്, MPTA പ്രസിഡന്റ് ജൂബി സജി, സോണി സക്കറിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഹെഡ് മാസ്റ്റർ ജിബ്ലസ് ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി ഫെമി വർഗീസ്, PTA പ്രസിഡന്റ് ജീമോൻ ജെയിംസ്, അധ്യാപകരായ ജിൽസി P ജോസ്, നിസ വർഗീസ്, സിസി KT, MPTA പ്രസിഡന്റ് ജൂബി സജി, PTA വൈസ് പ്രസിഡന്റ് സോണി സക്കറിയ, MPTA വൈസ് പ്രസിഡന്റ് ഹേമ സുജിത്ത്, PTA ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായി നിയമാവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വന്ന പരിഷ്കാരങ്ങളെക്കുറിച്ചും ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചും പരിചയപ്പെടുത്തുന്നതായിരുന്നു ക്ലാസ്. വിദ്യാലയത്തിലെ SPC അംഗങ്ങൾക്കായി നടത്തിയ ക്ലാസിന്റെ ഉദ്ഘാടനം പ്രധാനാധ്യാപകൻ MK സൈമൺ നിർവഹിച്ചു. പാവർട്ടി പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KM പ്രസാദ് ക്ലാസ് നയിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ TK ഡെൽജോ, PJ ജാൻസി, സീനിയർ CPO വിമൽ ബാബു, CPO MS രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ ചാവക്കാട് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ മേഖലാ പ്രസിഡന്റ് പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MC അജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി VJ മെർലി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് P ധനുഷ്, ജില്ലാ ഭാരവാഹികളായ MK ഷാജി, VV പ്രസാദ്, TK അനിൽകുമാർ, KM രമേശ് എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി നൌഷാദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ VA നന്ദകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. PS വിജു സ്വാഗതവും ജിൻസ്രാജ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി MC അജീഷ് കുമാർ, സെക്രട്ടറി KH നൌഷാദ്, ട്രഷറർ VA നന്ദകുമാർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. അഞ്ഞൂർ നവയുഗ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് സദസ്സും വിദ്യാർത്ഥികൾക്ക് ചിത്രകലാ ക്യാമ്പും സംഘടിപ്പിച്ചു. തൊഴിയൂർ CM UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് PM ബിജു അധ്യക്ഷനായി. പ്രീതി ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം V വിദ്യാധരൻ വിഷയാവതരണം നടത്തി. ചിത്രകലാ അധ്യാപകൻ ഗോപികൃഷ്ണൻ ചിത്രകലാ ക്യാമ്പിൽ ക്ലാസ് എടുത്തു. യോഗത്തിൽ വായനശാല സെക്രട്ടറി NK സുഗതൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ബാബു കുണ്ടുകുളം നന്ദിയും പറഞ്ഞു. റീന ടീച്ചർ, ശോഭ ടീച്ചർ, പെറ്റർ, വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്യാമ്പിൽ 70ഓളം കുട്ടികൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാഫിക് നിയമ നടപടികൾ പിൻവലിക്കുക, വാഹനങ്ങളുടെ പെർമിറ്റ്, ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് NS ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. VS സുരേഷ്, CH ലാഷ്, MM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. KN രാധാകൃഷ്ണൻ, MK മണി, TK വേണു, CL ജോസ് എന്നിവർ നേതൃത്വം നൽകി. മജ്ലിസ് ഉന്നൂർ എരുമപ്പെട്ടി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് റംസാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം എരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല ഖത്തീബ് അത്തീഖു റഹ്മാൻ ബാക്കവി മജ്ലിസ് ഉന്നൂർ സംഘം രക്ഷാധികാരി PM മുഹമ്മദ് അലി ഹാജിയിൽ നിന്ന് കിറ്റ് ഏറ്റുവാങ്ങി. കൺവീനർ ഉല്ലാസ് മുഹമ്മദ്, വർക്കിംഗ് കൺവീനർ PM യൂസഫ്, മുത്തലിബ് ഹാജി, അബ്ബാസ് കാരങ്ങൽ, KM ബഷീർ, മുഹമ്മദ് ബാക്കവി, ഷഹീർ ഫാളിലി, ഷഫീഖ്, ഷബീർ ഉസ്മാൻ സീരകത്ത്, ഉമ്മർ സീരകത്ത് എന്നിവർ നേതൃത്വം നൽകി. വേലൂർ RMLP സ്കൂൾ 86ാമത് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാ ദിനാഘോഷവും യാത്രയപ്പ് സമ്മേളനം വിപുലമായ പരിപാടിയോടെ ആഘോഷിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VV വിജിനിൽ അധ്യക്ഷത വഹിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ലീല രാമകൃഷ്ണൻ, ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ CJ ജിജുവിനെയും അധ്യാപിക EL ലാലിയെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വാർഡ് മെമ്പർ ഷീന സാബു, RSRV ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ MV രത്നകുമാർ, ICDS സൂപ്പർവൈസർ PP സഹീറ എന്നിവർ നിലവിലെ വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കുമുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. PTA വൈസ് പ്രസിഡന്റ് ആൻസി സിജോ, മാതൃസംഘം പ്രസിഡന്റ് VV സവിത, സ്കൂൾ ലീഡർ MS ശ്രേയ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ CJ ജിജു, EL ലാലി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോസ് സ്വാഗതം പറഞ്ഞു, റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാഫ് പ്രതിനിധി സുനി PK നന്ദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളുമുണ്ടായി. ഗാന്ധിയും ഗ്യാരണ്ടിയും ഒഴിവാക്കിയ കേന്ദ്ര നിലപാട് റദ്ദാക്കുക, ജീവനക്കാരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹാത്മാഗാന്ധി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മെക്സ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് G സുബോധൻ, മെക്സ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പെരിങ്ങമല സജീബ് ഖാൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി MM മുഹസിൻ, ജില്ലാ പ്രസിഡന്റുമാരായ KB ഷാഹാൽ, KG ഹരിദാസ്,
സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാസർ മണ്ണാർക്കാട്, സംസ്ഥാന സെക്രട്ടറി ഷാഫി പെരുവള്ളൂർ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ മാർച്ചിന് നേതൃത്വം നൽകി. CPM ഇളവള്ളി മുൻ ലോക്കൽ സെക്രട്ടറിയും കലാസാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന PR അശോകന്റെ 13ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. ഇളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചരമവാർഷികാചരണം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ഇളവള്ളി മമ്മായിൽ നടന്ന ചടങ്ങിൽ KM പരമേശ്വരൻ അധ്യക്ഷനായി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ഇളവള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷൈൻ, TK ചന്ദ്രൻ, PV അശോകൻ, KP രാജു, TN ലെനിൻ, TD സുനിൽ, ലതീഷ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മറാഠ സാമ്രാജ്യത്തിന്റെ രാജാവായ ഛത്രപതി ശിവജി ജയന്തി എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ ആഘോഷിച്ചു. തൃശൂർ മറാഠ ഗോൾഡൻ സിൽവർ റിഫൈനറി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷം നടത്തിയത്. മുരിങ്ങത്തേരി സെന്ററിൽ സ്ഥാപിച്ച ശിവജി മഹാരാജന്റെ അർദ്ധകായ പ്രതിമയിൽ പുഷ്പഹാരവും പുഷ്പങ്ങളും സമർപ്പിച്ച് ആരതി ഒഴിഞ്ഞ് പൂജ നടത്തി. ആഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം ജോയിന്റ് സെക്രട്ടറി സന്തോഷ് പവാർ നിർവഹിച്ചു. അഡ്വക്കേറ്റ് VP മഹേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. ദന്തന്നാൾ തടേ, ഭാസ്കരൻ ഗോയിക്കോട്ട്, രാഹുൽ പാട്ടി, നാഥ കോറോത്ത്, ധൻജയ് മാളി, കുമാർ സേട്ട്, യുവരാജ് മൂളി എന്നിവർ നേതൃത്വം നൽകി. കണിപ്പയൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സോപാനം മ്യൂസിക് പുറത്തിറക്കുന്ന കൃഷ്ണകാന്തി കൃഷ്ണഭക്തി ഗാനം ഓഡിയോ പ്രകാശനം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വാസ്തുവിദ്യാ കുലപതി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ക്ഷേത്രത്തിൽ പ്രസാദൂട്ടുണ്ടാകും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വെള്ളിത്തിരുത്തി ശ്രീലക്ഷ്മിയും ശ്രീപാർവതിയും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പകയും അരങ്ങേറും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,415 രൂപ. സ്വർണം പവന് 1,15,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ചർമ്മം മന്ദലാംകുന്ന് കിണറിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പെരുവഴിപ്പുറത്ത് പരേതനായ ആലിമകൻ അബുട്ടി നിര്യാതനായി. 65 വയസ്സായിരുന്നു. കബറടക്കം മന്ദലാംകുന്ന് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. താഹിറ ഭാര്യയും നിഷാദ്, നൌഷിദ്, നസീറ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം പടിഞ്ഞാറങ്ങാടി പരേതനായ തെക്കേക്കര ഇട്ടിയര മകൻ മാത്യു നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം V നാഗൽ ബെറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ നടക്കും. മേഴ്സി മാത്യു ഭാര്യയാണ്. സജു, സൗമ്യ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ദേശീയപാതയുടെ വികസനത്തിന് ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തിയതിന്റെ ഉൽപ്പന്നമാണ് NH66 എന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ 3 പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വിനോദസഞ്ചാര വകുപ്പ് ഗുരുവായൂരിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് തുടക്കം. പാപമോചനത്തിലൂടെയും ആത്മസംസ്കരണത്തിലൂടെയും ജീവിത വിശുദ്ധി നേടിയെടുക്കുന്ന റമദാൻ വ്രതത്തിലേക്ക് ഇസ്ലാം മത വിശ്വാസികൾ പ്രവേശിച്ചു. മസ്ജിദുകളിൽ തറാവീഹ് നമസ്കാരം ആരംഭിച്ചു. വിവിധ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്നുകൾക്കും റിലീഫ് പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. LKG UKG കുട്ടികൾ പഠിക്കുന്ന പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട് സ്കൂളിൽ മോഷണം. വ്യാഴാഴ്ച പുലർച്ചെ 1:30യോടെയാണ് സംഭവം. 2000 രൂപ നഷ്ടപ്പെട്ടു. കുട്ടികൾ പഠിക്കട്ടെ എന്ന കുറിപ്പ് വെച്ചാണ് മോഷ്ടാവ് മടങ്ങിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.